സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ MC ആഷി, പോലീസ് തന്നെ ഇതെല്ലാം ചെയ്തു എന്ന് കരുതാമോ? കാരണം യാദൃച്ഛികമല്ല ഈ ജിൻസൺ എന്ന ആളിൻ്റെ വരവ്. ജിൻസൺ ആണ് ഇതെല്ലാം പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ. ജിൻസൻ്റെ 164 എടുക്കാൻ കോടതിയെ പോലീസ് സമീപിക്കുകയാണ്. അതെടുക്കുന്നു. അങ്ങനെ എടുക്കുമ്പോൾ ജിൻസൺ ആദ്യം പറഞ്ഞ കാര്യവും ഈ 164ഉം അതുപോലെ തന്നെ പൊരുത്തക്കേടുകളില്ലാത്ത രൂപത്തിലാക്കാൻ അവർക്ക് കഴിയുന്നു. മറുവശത്ത് സുനിയും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു, ഈ ആളൂർ വന്ന് കണ്ടതിന് ശേഷവും. അപ്പോൾ പോലീസ് ഏത് തരത്തിലാണ് ഇവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷിച്ച് വിജയിപ്പിക്കാൻ ഒരുങ്ങുന്നത്? അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആനുകൂല്യം ഏതെങ്കിലും ഘട്ടത്തിൽ സുനിലിന് കിട്ടുമോ? ഇപ്പോൾ അപ്രൂവറാകും എന്നൊന്നും പറയുന്നില്ല, എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം സുനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ പോലീസ് ബാധ്യതപ്പെടുമോ? ഇവിടെ ഈ ജിൻസനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ജിൻസനെതിരെ കേസെടുത്തിരിക്കുന്നത് മറ്റു പല കുറ്റങ്ങളുടെ പേരിലല്ല, ഇതേ ഫോൺ സുനിയിൽ നിന്ന് വാങ്ങി ജിൻസൺ ഉപയോഗിച്ച് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ജിൻസനെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നു, സുനിയെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്നു, ഇവരുടെയൊക്കെ മൊഴിയിൽ അവരെ ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്നു. ഇങ്ങനൊരു വിജയം പോലീസ് നേടിയത് എന്തുകൊണ്ട്? ഇതിനവർ ഏതെങ്കിലും വിധത്തിൽ ബാധ്യതപ്പെട്ടിട്ടുണ്ടോ പ്രതികളോട്? അല്ല, പ്രതികൾ എന്ന് പറയുന്നത് ഇവർ ഇപ്പോൾ ഈ സുനി അല്ലെങ്കിൽ ജിൻസൺ എന്നൊക്കെ പറയുന്ന പ്രതികൾ എന്ന് പറയുന്നവർ അവർ ഈ സാധാരണ സിനിമാ മേഖലയിലെ പ്രവർത്തകരാണ്. അവർ ഈ വലിയ വൻകിട ബിസിനസ്സിൻ്റെ ഏർപ്പാടുകളുടെ ഒന്നും ഭാഗമല്ല. അവർ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നു. കൊട്ടേഷൻ എന്ന വാക്കാണ് അവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്. അവരുടെ കാര്യം അത്രയേ ഉള്ളൂ. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായും പോലീസിനോട് പ്രതികരിച്ച് തുടങ്ങിയേ പറ്റുള്ളൂ. അവർക്ക് മറ്റു മാർഗ്ഗങ്ങളില്ല, മറ്റവരവരെ രക്ഷിക്കാൻ വരില്ല. ഈ ഘട്ടത്തിൽ കിട്ടുന്ന വിവരങ്ങൾ പോലീസിന് വലിയ സഹായകരമാകുമെന്നുള്ളതല്ലാതെ പോലീസ് ബോധപൂർവം പ്രവർത്തിച്ചാൽ മാത്രമേ അവർക്ക് ആനുകൂല്യങ്ങൾ പ്രത്യേകമായിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇവിടെ ഇത് സിനിമയാണ് എന്നുള്ളതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ നിഗൂഢമാണ്. സാധാരണക്കാർക്കൊന്നും ഇതിനകത്തേക്ക് പ്രവേശനമില്ല, ആർക്കും ഇത് അറിയാൻ വേണ്ടി കഴിയില്ല. ഇവിടെ നിരവധി ക്രൈമുകൾ വളരെ കാലമായിട്ട് നടന്നിട്ടുണ്ട്. സൂപ്പർ ഹീറോ ജയൻ്റെ കൊലപാതകം ഉൾപ്പെടെ ഇങ്ങോട്ട് നടന്നിട്ടുള്ള കൊലപാതകങ്ങളും ഇടപെടലുകളും ഒക്കെ ഇടയ്ക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കേസുകളെല്ലാം എവിടെ പോയി? അതിൽ ഈ പോലീസിനകത്തുള്ള സ്വാധീനം ഒരു പ്രശ്നമാണ്. ഇപ്പോൾ പ്രതിയുടെ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിക്കുന്ന ADGP ഉണ്ടായി കഴിഞ്ഞാൽ അന്വേഷണം എവിടെ പോകുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന ഒരു സിനിമാക്കാരനാണ്, സിനിമയിൽ സംഗീത സംവിധാനം നടത്തിയിട്ടുള്ള ആളെന്നാണ് എൻ്റെ ഒരു ഓർമ്മ മുമ്പ്. അപ്പോൾ സിനിമയുമായി ഇവർക്ക് പോലീസുമായിട്ട് ബന്ധമുണ്ടാകുന്നത് കൊണ്ടാണ് ഇതിനകത്ത് അന്വേഷണത്തിന് ഒരു ടീമിനെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ടീമിനകത്തെ മുഴുവൻ ആളുകളും കൊള്ളരുതാത്തവരോ പ്രതികളുടെ സ്വാധീനത്തിന് വഴങ്ങുന്നവരോ ആകുന്ന സാഹചര്യത്തിൽ മാത്രമേ അവർക്ക് ഈ കേസ് തേച്ച് മാച്ച് കളയാൻ കഴിയൂ. ഇപ്പോൾ ജിൻസൻ്റെ മൊഴി 164 മജിസ്ട്രേറ്റിൻ്റെ മുൻപാകെ പഴുതുകളില്ലാതെ രേഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രധാന ഘട്ടം കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ആനുകൂല്യം ജിൻസന് കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോൾ അപ്രൂവറാക്കുക എന്ന് പറഞ്ഞാൽ സുനി അപ്രൂവറാക്കലൊന്നും ഈ കേസിൽ അത്ര എളുപ്പമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇതിൻ്റെ ഗൂഢാലോചനയിലേക്ക് വരുമ്പോൾ ഈ ഉന്നതരായ ആളുകളിലേക്കുള്ള ലിങ്ക്, ശക്തമായിട്ടുള്ള ലിങ്ക് കിട്ടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് ബാധിക്കുന്ന ഒരു സാഹചര്യം വരും. അല്ല, അഡ്വക്കേറ്റ് MC ആഷി, അതെന്തിന് സുനി പറയണം? അല്ല, സുനി എന്ന് പറയുന്നത് സുനിയെ ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ സാഹചര്യത്തിൽ സുനിയിലേക്ക് അത് എത്തിയതാകാനേ സാഹചര്യമുള്ളൂ. അല്ലെങ്കിൽ സുനി പ്രതികരിച്ചാണ്. സുനി ഇപ്പോൾ പോലീസിനോട് ആദ്യം കൊടുത്ത വിവരം എന്താ? ഞാൻ ഇത് മുഴുവൻ എൻ്റെ വക്കീലിനെ ഏൽപ്പിച്ചു എന്നാണ്. പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോൾ അതല്ലാതെ കള്ളത്തരമായിരുന്നു. പിന്നീട് ഇത് പുഴയിൽ ഒഴുക്കി അവിടെ മുഴുവൻ പരിശോധന നടത്തിയപ്പോൾ 120B അന്വേഷിക്കാൻ കഴിയാത്തതിന് ഒരൊറ്റ തടസ്സമേ ഉള്ളൂ, സുനി. ആ സുനി ഇപ്പോൾ സഹകരിക്കുന്നത് കൊണ്ട് 120B പുരോഗമിക്കുന്നു. അങ്ങനെ സുനിയിൽ കാതലായ ഒരു മാറ്റം വരാനുള്ള സാഹചര്യം എന്താണ്? ഇപ്പോൾ ഈ അപ്പുണ്ണി എന്ന പേരിൽ വന്നിരിക്കുന്ന ഈ ക്ലിപ്പുണ്ടല്ലോ, അതൊരു പക്ഷേ ബോധപൂർവം സൃഷ്ടിച്ചതാകാം. മനഃപൂർവ്വം സുനിയെ അങ്ങോട്ട് പ്രകോപിപ്പിച്ച് ഒഴിവാക്കുന്ന ഒരു ഭാഗം ബോധപൂർവം ഇവർ സൃഷ്ടിച്ചതാകാം. കാരണം ജിൻസൺ പറയുന്നത് ഈ ടെലിഫോൺ സംഭാഷണം മുഴുവൻ സൗഹൃദ രൂപത്തിലുള്ളതാണ് എന്നാണ്. അപ്പോൾ എവിടെയോ ഒരു മാറ്റം വരുന്നുണ്ട്, ഈ ബന്ധം എവിടെയോ മുറിയുന്നുണ്ട്. അതിന് രണ്ട് വശമുണ്ട്. സുനി മാറുന്നുണ്ട്, അവസാനം വരെ ഇവരെ ശത്രുവാക്കാതെ സംരക്ഷിക്കാനായിരുന്നു നിലപാട്, അതിൽ നിന്ന് സുനി മാറുന്നുണ്ട്. മറുവശത്ത് സുനി അല്ല മാറിയത്, ഞങ്ങളെ സുനി ഉപദ്രവിക്കുകയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു കൃത്രിമ തെളിവ് അപ്പുണ്ണിയുടെ ഈ സംഭാഷണം മനഃപൂർവ്വം സുനിയുമായി ഉടക്കുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സംഭാഷണം സൃഷ്ടിക്കുന്നുണ്ട്.
രണ്ട് ഭാഗത്തും മാറ്റം വരുന്നു. എന്തുകൊണ്ടാകാം? അല്ല, ഇതിൽ രണ്ടാമത്തെ ഭാഗത്ത് ഈ പിന്നെ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ വിഷയം വരുന്നതും ഈ ഓഡിയോ ടേപ്പ് ഉണ്ടാക്കുന്നതും അത് എഡിറ്റ് ചെയ്തെന്ന് കണ്ടുപിടിക്കുന്നതും ചിലപ്പോൾ അതിബുദ്ധിയാകാനാണ് സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരാതിയും ഇവർ ഹാജരാക്കിയ ഈ ടേപ്പും ചിലപ്പോൾ ഇവർക്കെതിരായിട്ട് തന്നെ വരും. സുനിയുടെ കാര്യത്തിൽ മറ്റേത് പ്രതിയിലും ഇത്തരത്തിലുള്ള സാഹചര്യത്തിലുള്ള ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം അവന് നഷ്ടങ്ങളാണ് പിന്നീട് ഉണ്ടാകുന്നത്. അവരാരെയും സംരക്ഷിക്കേണ്ട സാഹചര്യമില്ല. പോലീസിൻ്റെ ചോദ്യം ചെയ്യലുകൾക്കും നിരന്തരമായ പീഡനങ്ങൾക്കും വിധേയമാകുന്ന ഒരു ഘട്ടത്തിൽ പ്രത്യേകമായ ലാഭങ്ങളൊന്നുമില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പ്രതി ഉള്ള കാര്യം പറയും. നിലവിലെ സാഹചര്യം എന്നത് എന്താണ്? ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആണല്ലോ. അപ്പോൾ പിന്നെ ഒരു പീഡനം എന്ന് പറയുന്ന അവസ്ഥയില്ല. എന്ന് മാത്രമല്ല, അയാളുടെ അമ്മയും സഹോദരിയും വന്ന് കാണുന്നുണ്ട്, ആശയവിനിമയം നടക്കുന്നുണ്ട്. 9 തവണ ജയിൽ വിജയകരമായി ചാടാൻ കഴിഞ്ഞില്ല എങ്കിലും 10ാമത്തെ തവണ വിജയകരമായി ചാടാൻ കഴിഞ്ഞ ഒരാളുടെ കഥ പറയുന്ന പാപ്പിയോൺ എന്ന പുസ്തകം അമ്മയോടും സഹോദരിയോടും കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും വായിക്കുക, ചില ആളുകളെ മാതൃകയാക്കിക്കൊണ്ട് ഈ സംവിധാനങ്ങളെയൊക്കെ മറികടക്കാൻ കഴിയുക, അങ്ങനെയൊക്കെയുള്ള ഒരു തലത്തിലാണിപ്പോൾ നമ്മുടെ സുനി നിൽക്കുന്നത്. അങ്ങ് പറയുന്നത് പോലെ ആകെ വിഷമിച്ച് പീഡനങ്ങൾ ഓരോ ദിവസവും ഏറ്റുവാങ്ങുന്ന ഒരു നിലയിലല്ലല്ലോ. അവിടെയാണ് ഈ മാറ്റം, സുനിയെ സംബന്ധിച്ച് ഈ മാറ്റം വരുന്നത്. അത് എന്തുകൊണ്ടാകാം? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഈ മാനസികമായിട്ടുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള കാര്യം കഴിഞ്ഞില്ലേ ആഷി? ഇത് തലകീഴായി കെട്ടിത്തൂക്കിയിട്ട് അടിക്കുക, ആ ഘട്ടം കഴിഞ്ഞുപോയി. പിന്നീട് പോലീസ് സ്വീകരിക്കുന്ന ചില മാനസികമായിട്ടുള്ള സമീപനങ്ങളുണ്ട്. ഇപ്പോൾ ഈ പുസ്തകം കൊണ്ടുവരുന്നതും അമ്മയെ സഹോദരിയും കാണുന്നതും ഒക്കെ സുനിയിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ വികാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പോലീസിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അതിൽ പോലീസ് വിജയിക്കും. ഇത് പല ഇങ്ങനെയാണ് ക്രിമിനലുകളെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇതൊരു സൈക്കോളജിക്കൽ ഇടപെടലാണ്. ശരി. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു രണ്ട് സംശയം. ഈ സൈക്കോളജിക്കലായ ഇടപെടലിനിടയിൽ 2 വീഴ്ചകൾ ഉണ്ടായിട്ടില്ലേ? അതിലെ ഒരു ഉത്തരവാദിത്തം എങ്ങനെ സൈക്കോളജിക്കലായി മാത്രം ഏറ്റെടുത്താൽ മതിയാകുമോ പോലീസ്? 2 വീഴ്ചകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇവിടുത്തെ ഈ സീൽ പതിപ്പിച്ച പേപ്പറുണ്ടല്ലോ, അത് എന്തായാലും ഈ പെറ്റീഷനൊക്കെ എഴുതാൻ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് അഭിഭാഷകരോട് മറ്റു കാര്യങ്ങൾ പറയാനൊക്കെയാണല്ലോ കൊടുക്കുന്നത്. അതിൻ്റെ ഉത്തരവാദപ്പെട്ട ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ അവിടെ ഇല്ലാത്ത സമയം നോക്കി ഇയാൾക്ക് കിട്ടുകയാണ്. ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടില്ല എന്നാണ്. പക്ഷേ അതിൻ്റെ മേശ താക്കോൽ സഹിതം അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സഹതടവുകാരനെയാണ്. അപ്പോൾ ഈ തടവുകാരൻ സുനിക്ക് കൊണ്ടുപോയി കടലാസ് കൊടുക്കുന്നു, ഈ സീൽ പതിപ്പിച്ച കടലാസ്. അവിടെയാണ് ബിപിൻ ലാൽ എന്ന നിയമ വിദ്യാർത്ഥി ഇരുന്ന് ആ കത്ത് എഴുതുന്നത്. അത്തരമൊരു വീഴ്ചയെ മനഃശാസ്ത്രപരമായി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മതിയോ? 1. 2, ഈ പറയുന്ന എറണാകുളത്തെ ഒരു ഷോപ്പിംഗ് മാളിൽ നിന്നൊരു ഷൂ വാങ്ങി അതിൻ്റെ അടിഭാഗം മുറിച്ച് അതിനകത്ത് സിം കാർഡ് വെച്ച് പഴയൊരു സഹതടവുകാരൻ പുറത്തിറങ്ങിയതിന് ശേഷം തിരിച്ചു കൊണ്ടുപോയി ഈ ജയിലിൽ അത് കൈമാറാൻ കഴിയുകയും ആ പാതുകം ധരിച്ച് അവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സുനിക്ക് കഴിയുകയും ചെയ്യുന്നതിൻ്റെ സൈക്കോളജിക്കൽ ഉത്തരവാദിത്തമോ? അല്ല, ഇത് ജയിലിനകത്ത് ഇത്തരം സംവിധാനങ്ങൾ സുനിക്ക് കിട്ടി എന്നുള്ളത് പോലീസ് തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് വേണമെങ്കിൽ കരുതിക്കൂടെ? നാളെ ഇത് സുനി സ്വമേധയാ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ പോലീസിന് സാക്ഷികൾ വേണ്ടേ? പോലീസ് കൊടുത്താൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ജയിലിനകത്തുള്ള സ്വതന്ത്രരായിട്ടുള്ള മറ്റു വ്യക്തികൾ ഇത്തരത്തിൽ സഹായങ്ങൾ ചെയ്യുന്നു, സുനി സ്വമേധയാ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നതാണ് ഇതിനകത്തെ വസ്തുത. ഇതൊരു കൺഫഷൻ്റെ ഒരു കുറ്റസമ്മത മൊഴിയുടെ രൂപത്തിലേക്കൊന്നും ഇത് കോടതിയിൽ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി കഴിയുകയില്ല. പക്ഷേ ഈ സാഹചര്യം തെളിയിച്ചിട്ടില്ലെങ്കിൽ കോടതിയിൽ കേസ് വരുമ്പോൾ ഈ പ്രതികളുടെ സ്വഭാവമൊന്നും ഇതായിരിക്കില്ല. ഇതൊക്കെ ഒരുപാട് കാലമൊന്നും ഇതുവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുകയില്ല. അതുകൊണ്ട് പോലീസ് തന്നെ തന്ത്രപരമായിട്ട് ഈ പറയുന്ന ജയിലിലുള്ള സഹതടവുകാരെ ഇക്കാര്യത്തിലേക്ക് ഉപയോഗിച്ചതാവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ജയിലുകളിൽ ഇത്തരം നിയമവിദഗ്ധരൊക്കെ ഉണ്ട്. ശരി, അത് ഒരു സാധ്യത തന്നെയാണ് ആഷി. പക്ഷേ അവിടെ ഒരു നിയമലംഘനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കേണ്ടത് എന്നതാണ് ചോദ്യം. നിങ്ങളൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊരു കേസിന് വേണ്ടി മാത്രമായി ആ വ്യവസ്ഥയെ ഭേദിക്കുന്നു എന്നത് നിങ്ങളുടെ സൗകര്യം, അത് നിങ്ങളുടെ സൗകര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ദൗർബല്യം. അല്ല, നിയമവ്യവസ്ഥയെ ലംഘിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് പോലീസ് നാളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഫോൺ കൊടുക്കുന്നതും ഫോൺ വിളിക്കുന്നതും ഇത് അങ്ങോട്ട് ബന്ധപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിയമവിരുദ്ധം തന്നെയാണ്. അതാണ് ചോദിച്ചത്. ശരി, ഞാൻ ഒരു ഇടവേളയ്ക്ക് കൂടെ പോകണം. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 4 മിനിറ്റേ ഉള്ളൂ. അതിഥികളുടെ അറിവിലേക്കായി എല്ലാവരും ഓരോ മിനിറ്റ് എടുത്താൽ എല്ലാവർക്കും അവസരമുണ്ടാകും. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇതേ നടൻ
ശൃംഗാരവേലൻ എന്ന ചിത്രം അഭിനയിക്കുമ്പോൾ ഒരു പാട്ട് സീനിൽ ഒരു BMW കാറുമായി ഫയാസ് എന്ന സാമ്പത്തിക കുറ്റവാളി കടന്നു വരുന്നു. ആ അന്വേഷണം എവിടെ എത്തി? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ തട്ടാമുട്ടി പറഞ്ഞുകൊണ്ട് ഓരോ ക്രിമിനലുകൾക്ക് ഓരോ രൂപത്തിൽ കടന്നു വരാൻ കഴിയുന്നത്, ഒരു പരിക്കും ആർക്കും ഏൽക്കാതെ തിരിച്ചു പോകാൻ കഴിയുന്നത്? അവിടെയാണ് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്ന് പറയുമ്പോഴും ഈ പോലീസ് ആസ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുമെന്ന് DGP അടക്കം നിരീക്ഷിക്കുന്നുവെന്ന് ഒരു മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾ തന്നെ ഈ കേസ് പൊളിക്കാനുള്ള ഇടനിലക്കാരനാകുന്നു എന്ന വിവരം വരെ നമുക്ക് പുറത്ത് കിട്ടുമ്പോൾ ഏതറ്റം വരെ ഇത് മുന്നോട്ട് പോകും ശ്രീ ബൈജു? ചുരുക്കം വാക്കുകളിൽ എല്ലാവരും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇത് നല്ല രീതിയിൽ തന്നെ ഈ ദിനേന്ദ്ര കശ്യപ് എന്ന് പറഞ്ഞ അദ്ദേഹം, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അത്ര മോശക്കാരനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീ ആഷി പറഞ്ഞതുപോലെ ഇത് പോലീസ് ചിലപ്പോൾ ഈ ജിൻസനെ ഒരു ചാരനായിട്ടാണ് വെച്ചതെങ്കിലോ, പിന്നെ ഈ ജയിലിൽ അദ്ദേഹം ചിലപ്പോൾ ഒരു ചാരപ്പണിയാണ് നടത്തി പോലീസുകാർക്ക് വേണ്ടി നടത്തിയതാണെങ്കിലോ, ഈ സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യത്തിലാണ് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് എന്തോ സമ്മർദ്ദം വലുതായിട്ട് നടന്നു എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, മുഖ്യമന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ, ഒരേ ഒരു വാക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്ക്, യു ടു ബ്രൂട്ടസ് എന്നുള്ളൊരു ഒറ്റ വാക്ക് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. കാരണം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ശരിക്കും ആർക്കും കൊടുക്കരുത്. ഇത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, ശ്രീ കെ സുരേന്ദ്രൻ, എന്തായാലും ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വീണ്ടും ചോദ്യം ചെയ്യൽ, ഒരുപക്ഷെ നിർണായകമായ അറസ്റ്റ്. അതൊരുപക്ഷെ നാം ഈ പറയുന്നത് പോലെ ദിലീപ് ആകണമെന്നില്ല, മറ്റു രണ്ടുപേരാകാം. ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊന്നുമില്ല, എല്ലാം സുനിയിലേക്ക് എന്ന രൂപത്തിൽ ഈ ഗ്രന്ഥം അടയ്ക്കാൻ കഴിയില്ല ശ്രീ സുരേന്ദ്രൻ. അതുകൊണ്ട് CBI വേണോ? തീർച്ചയായിട്ടും ഞാനും അത് തന്നെയാണ് വിചാരിക്കുന്നത്. വേണു, ഇതിനകത്ത് നമ്മൾ ആരും ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു പാർട്ടുണ്ട്. ഇതിനകത്ത് പോലീസിന് എല്ലാ വിവരങ്ങളും അറിയാം. നമ്മളാരും ഇതുവരെ ചർച്ച ചെയ്യാത്ത ഈ കേസ് എങ്ങനെ ഉണ്ടായി, ആരാണ് ഈ കൊട്ടേഷൻ നൽകിയത്, ഇതെല്ലാം അറിയുന്ന മറുവശമുണ്ട്. നിങ്ങളത് മറക്കരുത്. ഇതെല്ലാം അറിയുന്ന, സത്യം മുഴുവൻ അറിയുന്ന ഒരു മറുവശമുണ്ട്. ആ മറുവശത്തെ വിവരം പോലീസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വക്കീലിനോട് ചോദിച്ച പല ചോദ്യങ്ങളും നിങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് ഇത് അത്ര എളുപ്പത്തിൽ തേച്ചുമാച്ച് കളയാൻ പോലീസിന് കഴിയില്ല. പോലീസ് തേച്ചുമാച്ച് കളഞ്ഞാലും അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം അതീവ ഗുരുതരമായി. ഞാൻ പ്രതിപക്ഷത്ത് എന്തെങ്കിലും പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ കേസ് തേച്ച് മാറ്റി കളഞ്ഞാൽ അത് ഗവൺമെന്റ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ആയിരിക്കും. കാരണം ഇതിന്റെ മറുവശത്ത് നിസ്സാരക്കാരായിട്ടുള്ള ആളുകളല്ല എന്ന് പോലീസിനും ഗവൺമെന്റിനും നന്നായി അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ചുരുക്കമാക്കൽ 30 സെക്കൻഡ്. ശ്രീ നിഷാദ്, സഹപ്രവർത്തകർ ഏറ്റവും നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മുഖമുള്ളവരായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് താങ്കൾ എത്തുന്നുണ്ടോ? ഇനിയിപ്പോൾ പലർക്കും ഈ പറയുന്ന രൂപത്തിൽ നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും എന്ന് കരുതുന്നുണ്ടോ? ചുരുക്കം വാക്കുകളിൽ. തീർച്ചയായിട്ടും കരുതുന്നുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, തെളിവുകൾ അങ്ങനെ എതിരായിട്ട് വരുമ്പോൾ പോലീസിൻ്റെ മോഡസ് ഓഫ് ഓപ്പറൻഡെ നമ്മൾ സംശയിക്കേണ്ട. പോലീസ് വളരെ മനോഹരമായിട്ടും നല്ല രീതിയിലും തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു പര്യവസാനം എന്ന് പറയുന്നത് ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടിയതും അതുപോലെ തന്നെ പൊതുസമൂഹം ഉറ്റുനോക്കുന്നതുമായിട്ടുള്ള ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ട്. ശരി, അവസാനമായി ആഷി 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ്. മീഡിയ അറ്റൻഷനൊക്കെ ഒരുപാട് വിഷയങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിലൊരു ഗ്ലാമറിൻ്റെ ഒരു ഫ്ലേവർ കൂടിയുണ്ട്, അത്രയേ ഉള്ളൂ. ആ മീഡിയ അറ്റൻഷൻ കിട്ടിയ കാര്യങ്ങളെല്ലാം ഈ സർക്കാർ വന്നതിന് ശേഷം എവിടെ പോയി എന്ന് നമുക്കറിയുന്നതാണ്. ആ പരിചയം വെച്ചുകൊണ്ട് അത്ര ശുഭാപ്തി വിശ്വാസമുണ്ടോ ശ്രീ ആഷി? അല്ല, ഇത് വന്നേ പറ്റുള്ളൂ. ഇതിനകത്തൊരു സാംസ്കാരികമായിട്ടുള്ള റെസ്പോൺസ് ഉണ്ട്. മൂവി ക്യാമറയ്ക്ക് മുന്നിലോ പിന്നിലോ വലിച്ചിഴക്കപ്പെടേണ്ടതോ പിച്ച് ചീത്തപ്പെടേണ്ടതോ വിറ്റഴിക്കേണ്ട ഒരു കമ്മോഡിറ്റി അല്ല സ്ത്രീ എന്ന് സിനിമാ ലോകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനവർ പ്രതികരിക്കണം. ആ ചീഞ്ഞ ഭാഗം മുറിച്ചു മാറ്റാൻ സിനിമാക്കാർ തയ്യാറാവണം. അല്ലെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക കേരളം അതിനനുസരിച്ച് പ്രതികരിക്കും. അതിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ കണ്ടാൽ അവർക്ക് ബോധ്യമായിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.